ഹലോ ഗായ്സ്, വെൽക്കം ടു ലോസ്റ്റ് ഇൻ ഫ്ലേവർ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കോളിഫ്ലവർ ഫ്രൈ ആണ്. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു കോളിഫ്ലവർ ഫ്രൈ ആണ് നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടി ഞാനൊരു വലിയൊരു കോളിഫ്ലവർ തന്നെ എടുത്തിരുന്നു. നമ്മൾ ഒരു നല്ലൊരു വൈറ്റമിൻസും പ്രോട്ടീൻസും ഒക്കെ കണ്ടൻറ്റ് കൂടുതലുള്ള കോളിഫ്ലവറാണ്. കോളിഫ്ലവർ പൊരിച്ചത് മക്കൾക്കും എല്ലാവർക്കും കഴിക്കുന്നത് വളരെ നല്ലതാണ്. അതിനുവേണ്ടി ഇതിൻ്റെ തോലൊക്കെ കളഞ്ഞ് ഇത് നല്ല ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി എളുപ്പത്തിൽ നമുക്കിത് മുറിച്ച് മാറ്റാൻ പറ്റും. ഇതിന് ശേഷം ഞാനിത് നല്ലോണം വാഷ് ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇതിങ്ങനെ ചെറിയ ചെറിയ കഷ്ണമാക്കി ചെയ്യാൻ വെറും ഒരു 1 to 2 മിനിറ്റ്സ് മാത്രമേ എടുക്കുള്ളൂ. ഇത് വളരെ സിമ്പിളാണ്. ഇത് കട്ട് ചെയ്യാൻ ഇത് കുറച്ചൊരു സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇവിടെ എൻ്റെ മക്കൾക്കും ഹസ്ബൻഡിനും ഒക്കെ വളരെ ഇഷ്ടമാണ് ഈ ഒരു കോളിഫ്ലവർ ഫ്രൈ. ഞങ്ങൾ സാധാരണ ബീച്ചിൽ പോയിട്ടാണ് കഴിക്കുന്നത്. ബീച്ചിൽ പോയി കഴിക്കുന്നേരം ഇതിൽ ആഡഡ് കളേഴ്സും ഒക്കെ ഉണ്ടാവും. നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നേരം കുറച്ചും കൂടി ഹെൽത്തി വേ ഒക്കെ ആയതുകൊണ്ടാണ് ഇത് വീട്ടിൽ നിന്ന് തന്നെ കുക്ക് ചെയ്യുന്നത്. ഞങ്ങൾ വീട്ടിൽ അധികം ആഴ്ചയിൽ ഒരു 1-2 തവണ ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട്. ഇത് ഭയങ്കര സിമ്പിൾ ആൻഡ് ഈസി റെസിപ്പിയാണ്. ഇത് ഞാൻ വെള്ളം ഒഴിച്ച് കഴുകിയതിന് അടുപ്പത്തേക്ക് വെച്ചിട്ട് ഇതിൽ 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ ഉപ്പും കൂടെ ഇട്ട് നല്ലോണം ഇളക്കിയതിന് ശേഷം നല്ലോണം ബോയിൽ ചെയ്യുക. ബോയിൽ ചെയ്ത് വന്നതിന് ശേഷം അതിൻ്റെ വേവ് നോക്കിയതിന് ശേഷം മാത്രം അത് ഒരു അരിപ്പയിലേക്ക് ഇങ്ങനെ കോരിയിട്ടിട്ടാണ് ഞാൻ മാറ്റിയത്. കാരണം എനിക്ക് കുറച്ചൊരു പേടിയാണ് ഇതിങ്ങനെ മൊത്തത്തിലെടുത്ത് മറിക്കാൻ. അതുകൊണ്ടാണ് ഞാനൊരു സ്പൂണ് വെച്ചിട്ട് ഇതിലേക്ക് ഇങ്ങനെ കുറച്ചാക്കി എടുക്കുന്നത്. അതിനുശേഷം ഇത് പൊരിക്കാൻ വേണ്ടിയിട്ടുള്ള ബാറ്റർ നമുക്ക് റെഡിയാക്കാം. അതിന് വേണ്ടി ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പിട്ടു. അതിനുശേഷം കടലപ്പൊടി, പിന്നെ കുറച്ച് മുളക് പൊടി, കുറച്ചൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ട് നല്ലോണം വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒന്നൊരു സ്മൂത്താക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് പിന്നീട് ഞാൻ കുറച്ചും കൂടെ കടലപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. നല്ലൊരു തിക്ക് പേസ്റ്റ് ആയിട്ടുണ്ടാവും. തിക്ക് പേസ്റ്റ് കണ്ടില്ലേ, ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഇങ്ങനെ ഒഴിക്കുന്നേരം ഒരു ഇതാണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു പരുവം. അതിനുശേഷം നമുക്ക് ആ പുഴുങ്ങി വെച്ച കോളിഫ്ലവർ ഇപ്പം നല്ലോണം വെന്തിയുണ്ട്. അതിനുശേഷം നമുക്ക് അത് ഒരു അരിപ്പയിലേക്ക് നമുക്ക് മാറ്റാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു അരിപ്പ എടുത്തിട്ടുണ്ട്. അരിപ്പയും ഒരു സ്പൂണും എടുത്തിട്ടുണ്ട്. സ്പൂൺ എടുത്തിട്ട് ഞാൻ അതിൽ നിന്ന് കോരിയിട്ടാണ് മാറ്റുന്നത്. കാരണം എനിക്ക് പേടിയാണ് സ്വതവേ ഇങ്ങനെ നേരിട്ട് ഇങ്ങോട്ട് അത് ചൂടുള്ള എന്ത് സാധനം ഞാൻ അരിക്കാൻ വേണ്ടിയിട്ട് നേരിട്ട് ഒഴിക്കാറില്ല. അതുകൊണ്ട് ഞാൻ ഈ ഒരു സ്പൂൺ വെച്ചിട്ടാണ് ഇത് ഇങ്ങോട്ട് മാറ്റുന്നത്. ഈ ഒരു റെസിപ്പി എന്ന് പറഞ്ഞാൽ ഭയങ്കര സിമ്പിൾ ആൻഡ് അതായത് നമുക്കൊരു 5 to 6 മിനിറ്റ്സ് കൊണ്ട് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. നമുക്കിത് ബാറ്റർ ഉണ്ടാക്കുന്ന സമയത്ത് ഈ കോളിഫ്ലവർ അടുപ്പത്ത് വെച്ച് കഴിയുമ്പോഴത്തേക്കും ഈ ബാറ്റർ ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്കും ഇത് ജസ്റ്റ് ബോയിലായിട്ട് വെന്ത് വന്നിട്ടുണ്ടാവും. അതിനുശേഷം ഇത് ജസ്റ്റ് ഒന്ന് കൺവേർട്ട് ചെയ്തിട്ട് ആ ചൂടൊന്ന് ആറിയതിന് ശേഷം അത് ഈ ഒരു ബാറ്ററിലേക്ക് മുക്കി പൊരിച്ചാൽ മതിയാവും. ഇപ്പം ഇത് സ്ലോലി ഇങ്ങോട്ട് കൺവേർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കുറച്ചധികം ഉണ്ട്. ഇത് ഞാൻ കോളിഫ്ലവർ കുറച്ചധികം എടുത്തതുകൊണ്ട് ഇത് നല്ലൊരു ക്വാണ്ടിറ്റി ഉണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ ഒരു പകുതി ഞാൻ എടുത്ത് മാറ്റി ഫ്രിഡ്ജിലേക്ക് വെക്കും. നാളെ രാവിലെ ഈസി പീസി ആക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം കണ്ടിട്ട് മനസ്സിലാവുന്നില്ല. അതിനുശേഷം ഒരു പാൻ എടുത്തിട്ട് അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ചൊരു ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് വെളിച്ചെണ്ണയാണ്. എനിക്ക് സ്വതവേ വെളിച്ചെണ്ണയാണ് ഇഷ്ടം. ഓയിലിൽ കുറച്ചും കൂടി സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് ഉള്ളത് കൊണ്ട് തന്നെ അത് കുറച്ചും കൂടി അൺഹെൽത്തിയാണ്. അപ്പം ഞാൻ വെളിച്ചെണ്ണയാണ് മെയിൻലി ഹോം യൂസിനൊക്കെ എടുക്കുന്നത്. നമ്മളിവിടെ പാൻ ചൂടായതിന് ശേഷം അല്പം വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ആ ബാറ്ററിലേക്ക് കോളിഫ്ലവർ ഇട്ടിട്ട് അത് പൊരിച്ചെടുക്കുകയാണ് വേണ്ടു. ഇത് ഭയങ്കര സിമ്പിളാണ്. നിങ്ങൾക്കിത് കണ്ടിട്ട് തന്നെ മനസ്സിലാവുന്നുണ്ട്. ഇത് ഭയങ്കര സിമ്പിളാണല്ലോ. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ആരൊക്കെ
ട്രൈ ചെയ്തിട്ട് അതിൻ്റെ അഭിപ്രായങ്ങൾ പറയണം. ഇതിൽ വേണമെങ്കിൽ നമുക്ക് ടേസ്റ്റിന് വേണ്ടിയിട്ട് കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്യാം. പക്ഷെ ഞാൻ കുറച്ചൊരു മിനിമലൈസ്ഡ്, നമുക്ക് ഈസി കുക്കിംഗ് ആണല്ലോ നമ്മുടെ മെയിനായിട്ടുള്ള ഒരു എയിം. അതുകൊണ്ട് ഞാൻ കുറച്ച് മിനിമലായിട്ടുള്ള സാധനങ്ങൾ യൂസ് ചെയ്തുകൊണ്ടാണ് ഇതിപ്പോൾ കുക്ക് ചെയ്തെടുക്കുന്നത്. ഞാനിതങ്ങനെ ഓരോന്നോരോന്ന് ആ ബാറ്ററിലേക്ക് മുക്കി ഇങ്ങനെ പൊരിച്ചെടുക്കുന്നുണ്ട്. നല്ലോണം പൊരിച്ചൊരു ബ്രൗൺ കളറാവുന്ന നേരം അത് കോരി മാറ്റി വെക്കാം. ഇത് വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് വേണമെന്ന് വെച്ചാൽ വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് അത്. അപ്പം ഞാനിത് വറുത്ത് കോരി ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാനൊക്കെയുണ്ട്.